നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തുറന്നേ മോനെ. പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ മുത്തശ്ശി. പോകാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് പോകാതിരിക്കാനാവില്ലല്ലോ. സന്തോഷത്തോടെ തന്നെയല്ലേ വസുന്ധര തിരികെ പോകുന്നത്? എനിക്ക് സന്തോഷത്തിന് ഒരു കുറവുമില്ല. അത് നല്ല കാര്യം. അങ്ങനെയാണല്ലോ വേണ്ടത്. തലക്കനത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും കാര്യത്തില് ഞാനും ഒട്ടും മോശക്കാരിയല്ല. അല്ല, ആ സ്വഭാവം എല്ലാ മനുഷ്യരിലും ഏറെയും കുറഞ്ഞും ഒക്കെ ഉള്ളതാണ്. അത് വസുന്ധരയ്ക്കുമുണ്ട്. പ്രാർത്ഥനയും പൂജയും ഈശ്വര വിശ്വാസവും മനുഷ്യന്റെ അത്തരം തലക്കനങ്ങളെ കുറയ്ക്കാനുള്ളതാ വസുന്ധരെ. നാഗര് പൂജയിൽ പങ്കെടുക്കാനായി വസുന്ധര വരില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ എത്തിയില്ലേ? അത് ഈശ്വര നിശ്ചയ. എല്ലാ തീരുമാനങ്ങളും നമുക്കെടുക്കാനുള്ള അവകാശം ദൈവം തന്നിട്ടില്ല. ഗൗതം, ഇനിയും നിന്ന് സമയം കളയണോ? ഇറങ്ങുമല്ലേ? സത്യം പറയല്ലോ അമ്മേ, ഈ നാടും തറവാട് വീടും ഒക്കെ വിട്ട് തിരിച്ചു പോകാനേ എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രത്യേകതയുണ്ട് ഗൗതം ഈ മണ്ണിന്. ഇവിടെ വന്നാ നമ്മളെ ഇവിടുന്ന് പോവാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിക്കളയും. എങ്കിലൊരു കാര്യം ചെയ്യ്, നിധി ഇവിടെ തന്നെ നിക്ക്. ഞാനും ഗൗതവും തിരിച്ചു പോയിക്കോളാം. ആന്റി മുണ്ടത്തരം പറയില്ലേ. അവളിവിടെ നിൽക്കുകയും ചെയ്യും, ഗൗതമിനെ പിടിച്ചു നിർത്തുകയും ചെയ്യും. ആന്റി തിരിച്ചു പോകേണ്ടി വരും. എന്താ ശിവാനി മോളെ ഒരു രഹസ്യം പറച്ചില്? ആന്റിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചതാ. വസുന്ധര അടുത്ത നാഗപഞ്ചമിക്കും വരും, എനിക്ക് ഉറപ്പാ. അല്ലേ വസുന്ധരെ? ആ, വരും. ഒരു തവണ വന്നപ്പോ തന്നെ എനിക്ക് തൃപ്തിയായി. ഗൗതം, ഇവിടുന്ന് ഇറങ്ങി നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞാൽ മെയിൻ റോഡായി. അവിടുന്ന് നേരെ പോയാൽ മതി. ആ ശരി. അല്ല, നിങ്ങളൊക്കെ എപ്പോഴാണ് ഇറങ്ങുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്തിനാ നിക്കുന്നേ? കുറച്ചു കഴിയുമ്പോ ഞങ്ങളും ഇറങ്ങും. മോളെ, രണ്ടുപേരും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കേ. നന്നായി വരും. നിധിയോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോ ഗൗതമനോടും കൂടി പറയാ. അടുത്ത നാഗപഞ്ചമിക്ക് നിങ്ങൾ വരുമ്പോ ഈ മുത്തശ്ശിക്ക് തരാൻ ഒരു സമ്മാനം കൂടി കൊണ്ടുവരണം. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞ്. എന്റെ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നിറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കും മക്കളെ. വാ മക്കളെ, വന്ന് കാറി കയറ്. അപ്പോ നീ യാത്ര പറയുന്നില്ല, ഞങ്ങൾ ഇറങ്ങാം. വാ. ശരി. എന്റെ നാഗദൈവങ്ങളെ കാത്തോണേ. ഗോപിയേട്ട, ചായ. നീ പറയുന്നത് പോലെ എടുപിടിയുന്നങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും പറ്റില്ല. ആദ്യം പ്രണവിന്റെ മനസ്സെന്താണെന്നറിയണം. എന്നാലല്ലേ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്റെ അച്ഛ, ഏടന്റെ മനസ്സിനി അറിയാനൊന്നുമില്ല. ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാ ഇപ്പൊ കുളിച്ച് റെഡിയായി വെള്ള ഷർട്ടും മുണ്ടും ഇട്ട് ഇറങ്ങി വരും. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? അത് കൊള്ളാം. ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ എന്നെ ചാടിക്കടിക്കാൻ വരുന്നോ? ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിക്കും.
നീ അവിടെ ഇരുന്നങ്ങ് പഠിച്ചാ മതിയെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയിപ്പോ അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്നറിയണം. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? ഏയ്, അതിനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അവനൊരു പാവല്ലേ. മിണ്ടപൂജ കലോടയ്ക്കുന്ന ചൊല്ല്. എന്തായാലും അഡ്വാൻസ് ആയിട്ടൊന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. നിന്നോടല്ലേ പെണ്ണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഒറ്റടി വെച്ചെന്നാണ്ടല്ലോ. ആ, ഗൗതവും നിധിയും വന്നെന്ന് തോന്നുന്നു. മോളെ നിധി, എന്തായി പോയ കാര്യമൊക്കെ? പൂജയൊക്കെ നന്നായി കഴിഞ്ഞോ? എല്ലാം ഭംഗിയായി കഴിഞ്ഞു അമ്മ. എന്റെ പാറുകൂടി വരണ്ടായിരുന്നു. എന്തൊരു ജോളി ട്രിപ്പായിരുന്നു അറിയോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നു, ലക്ഷങ്ങളും കോടികളും ഒക്കെ സമ്പാദിച്ചു കൂട്ടുന്നു എന്നല്ലാതെ ജീവിതം എന്താണെന്ന് അറിയുന്നില്ലല്ലോ. ആ ഗ്രാമത്തിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, അത് അനുഭവിച്ച് തന്നെ അറിയണം. 3 ദിവസം പോയത് അറിഞ്ഞില്ലെന്നേ. ഒരു 4-5 ദിവസം കൂടി അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. ആ, വേറൊരു സംഭവം അറിയണോ അമ്മ? ഈ ഗൗതം അവിടുത്തെ പുഴയിൽ പോയി കുളിച്ചു. എന്നിട്ടോ ഒരു വിധത്തിലും കരയിൽ കയറില്ല. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നേന്നറിയോ? അല്ല വസു, നീ എന്തൊന്നും പറയാത്തെ? എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ജീവിതം? ഒരു ജീവിതം, അതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കാൻ താല്പര്യമില്ല എനിക്ക്. അത്രയ്ക്ക് അനുഭവിച്ചു. അതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്തു പറ്റി? അവിടെയും കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ വസു? പൂജയ്ക്ക് വരില്ല എന്നും പറഞ്ഞ് ആന്റി തറവാട്ടില് തന്നെ ഇരുന്നു. ആന്റി ഒറ്റയ്ക്ക് അവിടെ ഇരുന്നോ രാത്രിയിലോ? അതേന്നേ, രാത്രിയിൽ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയും ചെയ്തു, അതിനുള്ള ഫലം അനുഭവിക്കുകയും ചെയ്തു. എന്തു പറ്റി? കുഴപ്പം വല്ലതും ഉണ്ടായോ? എന്റെ അമ്മേ, ആൽപ്പനമൂട് നാഗരികാവിലെ നാഗദൈവങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞ അപാരോ. അവിടെ ചെന്ന സമയം മുതൽ ഈ ആന്റിക്ക് ഒരു പുച്ഛഭാവമായിരുന്നു. ഒരുതരം കളിയാക്കല്, അവജ്ഞ. അതിനുള്ള ശിക്ഷ നാഗദൈവങ്ങളായിട്ട് തന്നെ ആന്റിക്ക് കൊടുത്തു. അവിടെ ചെന്ന സമയം മുതൽ ഈ ആന്റിക്ക് ഒരു പുച്ഛഭാവമായിരുന്നു. ഒരുതരം കളിയാക്കല്, അവജ്ഞ. അതിനുള്ള ശിക്ഷ നാഗദൈവങ്ങളായിട്ട് തന്നെ ആന്റിക്ക് കൊടുത്തു. എന്തുണ്ടായത് അത് പറ. വേറെന്തുണ്ടാവാൻ? ഒറ്റയ്ക്കിരുന്ന ആന്റിയെ ഒരു പാമ്പ് വന്ന് വീട്ടിൽ നിന്ന് ഓടിച്ചു. അയ്യോ, പാമ്പ് വീട്ടിൽ വന്നു? പാറു വെറും പാമ്പല്ല, നാഗദൈവമാ. ചേട്ടനും കടുത്ത വിശ്വാസിയായോ? വിശ്വസിച്ച് പോവും മോളെ. ഞങ്ങള് കണ്ണീ കണ്ട കാഴ്ചയല്ലേ അത്.